വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനത്തിങ്കൽ വരുന്നു. ഓരോരുത്തരായി ഈ സ്നാനജലത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് യോർദാന്റെ നദിയിൽ ഇറങ്ങി യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു എന്നുള്ള ദൈവവചനം ഹൃദയത്തിൽ ഓർക്കും. അവിടെയും ഒരു തൃത്വം വെളിപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. ഏറ്റവും മഹത്വമേറിയ ഒരു ശുശ്രൂഷ ഇവിടെ നടക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസ്ഥത്തിലേക്ക് ഇറങ്ങി വരാം. പ്രിയ വർഗീസ് ബ്രദർ പ്രാർത്ഥനയോട് ഇറങ്ങുമ്പോൾ ദൈവകൃപ തന്റെ മേൽ പകരട്ടെ. പ്രാർത്ഥനയോട് പിടിച്ചുകൊണ്ട് പതുക്കെ ശാന്തമായിട്ട് ധൃതി വെച്ചരുത്. പതുക്കെയാണ് പാട്ട് പാടാം. കണ്ണാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ടുവോ പാപിയെന്നവോ സ്നാനമേൽക്കുവാൻ പോകുന്നു. കണ്ടുവോ പാപിയെന്നവോ സ്നാനമേൽക്കുവാൻ പോകുന്നു. മാനവ കുടുംബത്തിന്റെ പാപത്തിന് പകരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരികയും നാടെങ്ങും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും ചെയ്ത് പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് തന്റെ മക്കൾക്കായി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയും ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് വാക്തത്വം ചെയ്തവരുമായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പ്രിയ സഹോദരൻ വർഗീസ് ബ്രദർ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവവചനത്തിന്റെ കൽപ്പന പ്രകാരവും ഈ സഹോദരന്റെ സാക്ഷ്യവചന ഹേതുവായി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും മഹത്വമുള്ള നാമത്തിൽ ഈ ജലാശയത്തിൽ മാമോദിസ കഴിച്ചുകൊള്ളുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്കും പ്രാപിക്കാം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും.